ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ച്വലി ഭയങ്കര നടൻ ബാലയുടെ സ്വകാര്യ ജീവിതം ഒരു സിനിമാ കഥയെ വെല്ലും വിധം ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞതാണ്. വെള്ളിത്തിരയിൽ വില്ലൻ സഹനായക വേഷങ്ങളിൽ തിളങ്ങിയ താരത്തിന്റെ വിവാഹ ജീവിതം എന്നും വാർത്തകളിൽ നിറയുന്നതായിരുന്നു. ഗായികയായ അമൃതയെ വിവാഹം ചെയ്ത് പിന്നീട് ഒരു മകൾ ജനിച്ച് വിവാഹ മോചിതനായതും രണ്ടാമത് ഡോക്ടർ എലിസബത്ത് ഉദയനുമായി ലിവിംഗ് ടുഗദറായി. ഇതിനിടയിൽ കരൾ രോഗം ബാധിച്ച താരം അത്യാസന്ന നിലയിൽ ആശുപത്രിയിലുമായിരുന്നു. രോഗബാധിതനായ സമയത്ത് ഒരുപാട് പേരുടെ സഹതാപം താരത്തിന് കിട്ടിയിരുന്നു. അതിനിടയിൽ മകളെ കാണണമെന്ന് താരം ആവശ്യപ്പെടുകയും മുൻഭാര്യ അമൃതയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും ചെയ്തു. അമൃതയും മകളും രംഗത്തെത്തി വിഷയങ്ങൾ തുറന്നു പറഞ്ഞതോടെ ആ ആവശ്യം അവസാനിച്ചു. വൈകാതെ താൻ എലിസബത്തുമായി വേർപിരിഞ്ഞുവെന്ന് ബാല ആരാധകരെ അറിയിച്ചു. എലിസബത്ത് താൻ തങ്കമാണെന്നും തനിക്ക് അവളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലെന്നും ബാല പറഞ്ഞു. എലിസബത്തും ബാലയെ കുറ്റപ്പെടുത്തിയില്ല. മാത്രമല്ല വിവാഹമോചനത്തിന് കാരണമെന്തെന്ന് തുറന്നു പറയാനും അവർ തയ്യാറായിരുന്നില്ല. അതിനുശേഷം മാമന്റെ മകൾ കോകിലയെ വിവാഹം ചെയ്തു. പിന്നീടും താരം ചില തുറന്ന പറച്ചിലുകൾ നടത്തി വിവാദങ്ങൾ നിറഞ്ഞു. കോകിലയുമായുള്ള വിവാഹത്തിന് പിന്നാലെ പക്ഷേ എലിസബത്തിനെതിരെ ചില ആരോപണങ്ങൾ ബാല ഉയർത്തി. തനിക്ക് ആശുപത്രിയിൽ വെച്ച് മരുന്ന് മാറി തന്നുവെന്നും ചിലർ തന്റെ സ്വത്ത് ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിച്ചതെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ബാല ഉയർത്തിയത്. എലിസബത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനങ്ങൾ. എന്നാൽ ബാലയുടെ ഈ ആരോപണത്തിന് പിന്നാലെ എലിസബത്ത് ശക്തമായി തന്നെ രംഗത്തെത്തി. ബാലയ്ക്കൊപ്പമുള്ള ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളും ദുരിതവുമെല്ലാം എലിസബത്ത് തുറന്നു പറഞ്ഞു. ബാലയിൽ നിന്ന് അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് എലിസബത്തിന്റെ തുറന്നു പറച്ചിലുകൾക്കൊപ്പം അതേ രീതിയിലുള്ള പീഡനങ്ങൾ താനും അനുഭവിച്ചിട്ടുണ്ടെന്ന് മുൻ ഭാര്യ അമൃത കൂടി പറഞ്ഞതോടെ ബാലയ്ക്കെതിരെ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ബാലയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നുണ്ട്. ബാലയുടെ കള്ളങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരികയാണ് എലിസബത്ത് ഇപ്പോൾ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.